ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2 പൈസ 3 പൈസ നാണയങ്ങളെക്കുറിച്ചാണ്. ഈ 2 പൈസ 3 പൈസ നാണയങ്ങളിൽ ചില നാണയങ്ങൾ റയറായിട്ടുള്ള നാണയങ്ങളുണ്ട്. വളരെ വലിയ വില ലഭിക്കുന്നതല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വില കിട്ടുന്ന ചില നാണയങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിൽ പറയുന്ന വർഷവും അതിൻ്റെ മിൻറ്റ് മാർക്കും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. പഴക്കമുള്ള നാണയങ്ങളായതുകൊണ്ട് അതിൻ്റെ വർഷവും മിൻറ്റ് മാർക്കും ഒക്കെ തേഞ്ഞ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ വ്യക്തമായി നോക്കിയാൽ മാത്രമേ അത് വിലയുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പേഴ്സണൽ മെസ്സേജായും കമൻറ്റായും ഒരുപാട് പേര് തങ്ങളുടെ കയ്യിലുള്ള നാണയങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാൻ റിപ്ലൈ നൽകിയിട്ടുണ്ട്. 1957 മുതൽ 1964 വരെ പുറത്തിറക്കിയ 2 പൈസ നാണയങ്ങളിൽ വലിയ വില ലഭിക്കുന്ന നാണയങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്ന അലൂമിനിയം നാണയങ്ങളിൽ 1965 മുതൽ 1979 വരെ പുറത്തിറക്കിയ നാണയങ്ങളിൽ റയറായിട്ടുള്ള നാണയമുണ്ട്. അതിലൊന്നാണ് 1969 പുറത്തിറക്കിയ ഈ നാണയം. അതിലൊരു വെരിഫൈങ് കണ്ടീഷൻ 250, എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ 500, UNC കണ്ടീഷൻ 1500 വില വരുന്ന ഒരു 2 പൈസ നാണയമുണ്ട്. അത് റയറാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ നാണയമാണ്. എൻ്റെ കയ്യിൽ ആ നാണയമുണ്ട്. അതിൽ ഞാൻ 6 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റയറാണ് 1969. അതിനുശേഷം കാണുന്നത് 1975 പുറത്തിറക്കിയ കൽക്കട്ട മിൻറ്റ് നാണയത്തിനാണ്. അത് 100 രൂപ, 200 രൂപ, 500 രൂപ എന്നിങ്ങനെ 1975 പുറത്തിറക്കിയ നാണയത്തിന് വിലയുണ്ട്. അതിനുശേഷം കാണുന്ന 1979 ഹൈദരാബാദ് മിൻറ്റ് നാണയമാണ്. അത് 100 രൂപ, 200 രൂപ, 300 രൂപ എന്നിങ്ങനെ 2 പൈസ നാണയത്തിന് വില. അടുത്തത് അലൂമിനിയത്തിൽ തീർത്ത 3 പൈസ നാണയമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാറ്റലോഗിൽ നോക്കാം. ഇത് 1964 മുതൽ 1971 വരെ പുറത്തിറങ്ങിയ നാണയമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാറ്റലോഗിൽ പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കി പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോ കാണുന്നതിന് ദയവായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,